ഒരു കേരള ബാങ്കിൻ്റെ ഒരു ക്ലർക്ക് ഓർ ക്യാഷ് നോട്ടിഫിക്കേഷൻ. നമുക്കറിയാം കുറച്ച് തസ്തികകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നു തുടങ്ങി. അപ്പോഴൊക്കെ നമ്മൾ പ്രതീക്ഷയോടെ ഇരുന്നു. അതിനിടയിൽ അസിസ്റ്റന്റ് മാനേജർ തസ്തിക നോട്ടിഫിക്കേഷൻ വന്ന് അതിൻ്റെ സിലബസ് ഒരു കോമൺ സിലബസിലേക്ക് പോയി. സോ അവിടേക്കുള്ള പോസ്റ്റിംഗ് വരുന്ന സമയത്ത് നമുക്കറിയാം സൊസൈറ്റി കാറ്റഗറിയിൽ പെട്ടവർക്ക് പോലും എഴുതാൻ ഒരു അവസരം ലഭിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും പ്രധാനപ്പെട്ട ഒരു ഇതാവുന്നു. പിന്നെ നോക്കൂ, ഇവിടെ ഒരു കാറ്റഗറി നമ്പർ നമ്മൾ ഇതിനെക്കുറിച്ച് നോട്ടിഫിക്കേഷനെ കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിൽ പോലും ഒന്ന് പറയുകയാണ്, ചിട്ടയോടിയിട്ട് പഠിച്ചു തുടങ്ങി. അത് നമുക്കറിയാം, നമ്മൾ സ്റ്റഡി ഏർലി, നമ്മൾ സ്റ്റാർട്ട് ഏർലി എന്ന് പറയുന്നൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. നേരത്തെ തുടങ്ങുക. ഇപ്പോൾ നമുക്കറിയാം കൃത്യമായ നോട്ടിഫിക്കേഷൻ വന്നു. വെൽക്കം ടു എൻട്രി കോപ്പറേറ്റീവ് ബാങ്കിങ്. ഞാൻ പ്രകീഷ്. അപ്പോൾ നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന, ഒരുപാട് വർഷങ്ങൾക്ക് കാത്തിരിപ്പിന് ശേഷമുള്ളൊരു നോട്ടിഫിക്കേഷൻ നമ്മൾ വന്നു കഴിഞ്ഞു അല്ലേ. നോട്ടിഫിക്കേഷനെ കുറിച്ച് നമ്മളെല്ലാവരും ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഏതാ നോട്ടിഫിക്കേഷൻ എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, കേരള ബാങ്കിൻ്റെ ക്ലർക്ക് ഓർ ക്യാഷ്യർ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് അല്ലേ. കാരണം ഒരുപാട് വർഷത്തെ കാത്തിരിപ്പ് എന്ന് പറയും നമ്മളല്ലേ. ഒരുപാട് വർഷത്തെ കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ അത് വെറുതെ പറയുന്നതല്ല. നമ്മുടെ ഒരുപാട് വർഷത്തെ ഈ സഹകരണ മേഖലയിൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വർഷത്തെ കാത്തിരിപ്പ് തന്നെയായിരുന്നു ഒരു കേരള ബാങ്കിൻ്റെ ഒരു ക്ലർക്ക് ഓർ ക്യാഷ് നോട്ടിഫിക്കേഷൻ. നമുക്കറിയാം കുറച്ച് തസ്തികകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നു തുടങ്ങി. അപ്പോഴൊക്കെ നമ്മൾ പ്രതീക്ഷയോടെ ഇരുന്നു. അതിനിടയിൽ അസിസ്റ്റന്റ് മാനേജർ തസ്തിക നോട്ടിഫിക്കേഷൻ വന്ന് അതിൻ്റെ സിലബസ് ഒരു കോമൺ സിലബസിലേക്ക് പോയി. കുറച്ചധികം സഹകരണ മേഖലയിലുള്ള ഉദ്യോഗാർത്ഥികളെ കുറച്ചധികം ഒന്ന് നിരാശരാക്കുകയൊക്കെ ചെയ്തു. എന്നാൽ ആ നിരാശകളൊക്കെ മാറ്റി വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ ഏറെ കാലമായി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കേരള ബാങ്കിൻ്റെ ക്ലർക്ക് ഓർ ക്യാഷ്യർ നോട്ടിഫിക്കേഷൻ നമ്മളെ തേടി വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്ലർക്ക് ഓർ ക്യാഷ്യർ നോട്ടിഫിക്കേഷൻ നമ്മൾ വന്നു കഴിഞ്ഞു. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. എന്തുകൊണ്ടാണ് ഈ ഒരു കേരള ബാങ്കിൻ്റെ ഈ ഒരു നോട്ടിഫിക്കേഷൻ, ഒരു ക്ലർക്ക് ഓർ ക്യാഷ്യർ നോട്ടിഫിക്കേഷൻ ഇത്രത്തോളം പ്രധാനപ്പെട്ടതാവുള്ളൊരു കാരണം? ഈ ഒരു മേഖലയെ സംബന്ധിച്ച് നിൽക്കുന്നിടത്തോളം എല്ലാവർക്കും അറിയാം ആ മേഖലയിൽ എന്തുകൊണ്ടാണ് ഈ ഒരു കേരള ബാങ്ക് നോട്ടിഫിക്കേഷൻ. നമുക്കറിയാം സാധാരണഗതിയിൽ സഹകരണ മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളൊക്കെ ആശ്രയിക്കുന്ന എക്സാം എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് നടത്തുന്ന സഹകരണ സംഘങ്ങളിലേക്കുള്ള എക്സാമുകളാണ്. അത് വർഷങ്ങളിൽ കൃത്യമായി നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ CSEയുടെ ആദ്യത്തെ ഘട്ടങ്ങളൊക്കെ എടുത്തെങ്കിൽ ഇപ്പോൾ ഒരുപാട് മികച്ച രീതിയിൽ തന്നെ ആ എക്സാമുകൾ നടക്കുന്നു. മികച്ച രീതിയിൽ തന്നെ റാങ്ക് ലിസ്റ്റുകൾ വരുന്നു. മികച്ച രീതിയിൽ തന്നെ നിയമനം നടന്നു പോകുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഈ ഒരു സഹകരണ മേഖല എക്സാം എഴുതിയിരുന്നത് PSC നടത്തുന്ന അപ്പെക്സ് ഫെഡറേഷൻസിലുള്ള എക്സാമുകളാണ് അല്ലേ. അതായത് മാർക്കറ്റ് ഫെഡ്, കൺസ്യൂമർ ഫെഡ്, മിൽമ ഇതിലേക്കുള്ള പല തസ്തികകളിലുള്ള എക്സാമിനേഷനാണ് പിന്നെ സഹകരണ മേഖലയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു എക്സാമിനേഷനാണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ. നമുക്കറിയാം ഒരുപാട് വർഷത്തെ ഗ്യാപ്പിന് ശേഷം, ഒരു 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമൊക്കെ വന്ന ഒരു പോസ്റ്റാണ് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന തസ്തികയിലേക്കുള്ള പോസ്റ്റ്. അപ്പോൾ ഇത്രയൊക്കെ ഇത് എഴുതുന്ന സമയത്ത് ആദ്യ കാലഘട്ടങ്ങളിൽ സഹകരണ മേഖലയിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് പിന്നെ സ്ഥിരമായിട്ട് എഴുതുന്ന എക്സാം എന്ന് പറഞ്ഞാൽ ജില്ലാ സഹകരണ ബാങ്കുകളിലേക്ക് വരുന്ന ഒഴിവുകളായിരുന്നു. ഈ പറയുന്ന ജില്ലാ സഹകരണ ബാങ്കിൽ ക്ലർക്കും ക്യാഷ്യറിൻ്റെയൊക്കെ ഒഴിവുകൾ വരുന്നു. അത് മാനേജർ ഒഴിവുകളൊക്കെ വരുന്ന സമയത്തുള്ള എക്സാമിനേഷൻസാണ് എഴുതിയത്. നമുക്കറിയാം 2019 ഈ പറയുന്ന ജില്ലാ സഹകരണ ബാങ്കുകൾ എന്നൊരു സംവിധാനം കേരളത്തിൽ ഇല്ലാതാവുകയും പിന്നെ അത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അഥവാ കേരള ബാങ്കിലേക്ക് ലയിച്ചുകൊണ്ടൊരു വലിയ സംവിധാനം. കാരണം ഇതിനു മുമ്പ് SBT എന്ന് പറയുന്ന സംവിധാനം ഒരു ബാങ്ക് സ്വന്തമായിട്ട് കേരളത്തിലുണ്ടായിരുന്നു. പിന്നീട് സ്വാഭാവികമായ കാരണങ്ങളാൽ SBI ലയിക്കുകയൊക്കെ ചെയ്ത സാഹചര്യത്തിലാണ് കേരള ബാങ്കിൻ്റെ രൂപീകരണം 2019 ഉണ്ടാകുന്നത്. അപ്പോൾ 2019 ഡിസ്ട്രിക്ട് ബാങ്കിൻ്റെയൊക്കെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു. പക്ഷേ ആ ഒരു എക്സാമിനേഷൻ ഈ പറയുന്ന കേരള ബാങ്കിൻ്റെ ഒരു ഉത്ഭവത്തോട് കൂടിയിട്ട് അത് നടന്നില്ല. അപ്പോൾ ആ ഒരു എക്സാമിനേഷൻ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ 2019 ശേഷം എന്താണ് ഈ പറയുന്ന ജില്ലാ സഹകരണ ബാങ്കുകൾ അടക്കമുള്ളത് കേരള ബാങ്കായി മാറിയിട്ടുണ്ടല്ലോ. അവിടങ്ങളിലേക്ക് യാതൊരുവിധ പോസ്റ്റിംഗ് നടന്നില്ല. സോ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പ് അല്ലെങ്കിൽ ഒരുപാട് വർഷത്തെ ഒഴിവുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കിടക്കുന്നൊരു മേഖലയാണ്. പിന്നെ നോട്ടിഫിക്കേഷൻ വരാൻ സമയത്ത് നമുക്കറിയാം ഒരുപാട് തർക്കങ്ങളുണ്ടായിരുന്നു. പിന്നീട് ആ സമയത്ത് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ അപ്ലൈ ചെയ്തവരുടെ കേസുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് കേസുകളും ഒരുപാട് വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് ഒടുവിൽ എന്തിരിക്കുന്നത് കേരള ബാങ്കിൻ്റെ ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മളെ തേടിയെത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ കേരള ബാങ്കിൻ്റെ നോട്ടിഫിക്കേഷൻ ഇത്രത്തോളം പ്രധാനപ്പെട്ടാവുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി എന്തൊക്കെയാണ് ഈ ഒരു കേരള ബാങ്കിൻ്റെ ക്ലർക്ക് ഓർ ക്യാഷ്യർ എന്ന് പറയുന്ന തസ്തിക നമുക്ക് മുന്നിലേക്ക് തരുന്ന അവസരങ്ങൾ എന്തൊക്കെയാണെന്നാണ്. നിങ്ങൾ നോക്കൂ, ഇപ്പം നമുക്കറിയാം ഒരു ക്ലർക്ക് ഓർ ക്യാഷ്യർ തസ്തിക ഇപ്പോൾ സാധാരണഗതിയിൽ CSEB നമ്മൾ സഹകരണ സംഘങ്ങളിലേക്ക് വരുന്ന സമയത്ത് അവിടെ ജൂനിയർ ക്ലർക്ക് ഓർ ക്യാഷ്യർ എന്നുള്ള തസ്തിക നിർബന്ധമായുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഒരു കേരള ബാങ്കിൽ വരും, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് നമുക്കറിയാം തീർച്ചയായിട്ടും കുറച്ചും കൂടി നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു അപെക്സ് ഇതായിട്ട് പ്രവർത്തിക്കുന്ന ബാങ്കാണ്. സോ അവിടേക്കുള്ള പോസ്റ്റിംഗ് വരുന്ന സമയത്ത് നമുക്കറിയാം സൊസൈറ്റി കാറ്റഗറിയിൽ പെട്ടവർക്ക് പോലും എഴുതാൻ ഒരു അവസരം ലഭിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും പ്രധാനപ്പെട്ട ഒരു ഇതാവുന്നു. പിന്നെ നോക്കൂ, ഇവിടെ ഒരു കാറ്റഗറി നമ്പർ നമ്മൾ ഇതിനെക്കുറിച്ച് നോട്ടിഫിക്കേഷനെ കുറിച്ച് വിശദമായി
പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിൽ പോലും ഒന്ന് പറയുകയാണ്. കാറ്റഗറി നമ്പർ 063/2024 എന്നുള്ള കാറ്റഗറിയാണ് ക്ലർക്ക് ഓർ ക്യാഷ്യർ, കേരള ബാങ്കിൻ്റെ ക്ലർക്ക് ഓർ ക്യാഷ്യർ എന്ന് വരുന്നത്. ആ ഒരു തസ്തിക വരുമ്പോൾ അതിൻ്റെ ഒരു പേ സ്കെയിലൊക്കെ നോക്കൂ. 20,280 മുതൽ 54,721 ഒരു പേ സ്കെയിൽ വളരെ കൃത്യമായി നല്ലൊരു പേ സ്കെയിൽ തന്നെയാണ്. നമ്മുടെ സാഹചര്യങ്ങൾക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു പേ സ്കെയിൽ തന്നെയാണ് കേരള ബാങ്കിനെ സംബന്ധിച്ച് ക്ലർക്ക് ഓർ ക്യാഷ്യർക്ക് ഉള്ളത്. പിന്നെ നമുക്കറിയാം ഈ പറയുന്ന സഹകരണ മേഖലയിൽ സാധാരണ ഇതിലിപ്പോൾ ഒരു PSC ഒരു ബാങ്ക് എക്സാം എഴുതി അതിൽ കയറുക എന്ന് പറഞ്ഞെങ്കിൽ നമ്മളെ സംബന്ധിച്ചോട് നോക്കൂ, സാധാരണ ഒരു ബാങ്ക് എക്സാം എടുത്ത് നോക്കൂ. ബാങ്ക് എക്സാമിനെ സംബന്ധിച്ച് നമുക്ക് ഒരു വലിയ സിലബസ് കവർ ചെയ്യേണ്ടി വരും, വലിയ എന്താ പറയുക പ്രിപ്പറേഷൻസ് വേണ്ടി വരും, വലിയ കോച്ചിങ്ങുകൾ വേണ്ടി വരും. എന്നാലൊക്കെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബാങ്കിലേക്ക് കയറി പറ്റും, ഒരു ബാങ്കിങ് മേഖലയിൽ ഒരു ജോലി കിട്ടാം. അപ്പോൾ നമ്മളൊരു കൊമേഴ്ഷ്യൽ ബാങ്കിലേക്ക്, ഒരു നാഷണലൈസ്ഡ് ബാങ്കിലേക്ക് വളരെ അധ്വാനിച്ചിട്ട് അല്ലെങ്കിൽ ഒരുപാട് മത്സരങ്ങൾക്ക് ശേഷമേ നമുക്ക് ഒരുപാട് കോമ്പറ്റീഷന് ശേഷം നമുക്ക് അവിടെ എത്തി വരും. അപ്പോൾ കമ്പാരിറ്റീവ്ലി ആ കോമ്പറ്റീഷൻ എവിടെ കുറവാണ്, കേരള ബാങ്കിൽ കുറവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സഹകരണ മേഖലയിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളുടെ ഒരു കോമ്പറ്റീഷൻ മാത്രം അവിടെ എന്തായി കുറഞ്ഞു, അതിൽ തന്നെ ഒരുപാട് പേരുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും സഹകരണ മേഖലയിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമായിട്ട് എന്താണ് ആ കോമ്പറ്റീഷൻ അവിടെ കുറഞ്ഞു വരിക. അപ്പോൾ ഈ മേഖലയിൽ നിന്നുള്ളവർക്ക് ഒരു എക്സ്ട്രാ മൈലേജ് ഉണ്ട്. സാധാരണ മറ്റൊരു എക്സാം എഴുതാൻ പോകുമ്പോൾ അവിടെ നിങ്ങൾക്കില്ല, അവിടെ നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു BTech കാരനും ഒരു BCom-കാരനെയും ഒരു BSc കാരനും ആര് വേണമെങ്കിലും പ്രതീക്ഷിക്കാം ഒരു എക്സാമിനേഷൻ. പക്ഷേ ഇവിടെ എന്താണ്, ഇവിടെ തീർച്ചയായിട്ടും ഒരു BCom കോർപ്പറേഷൻ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ ഒരു സബ്ജക്റ്റായി എടുത്ത് പഠിച്ചവർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഈ ഒരു എക്സാമിനേഷന് വേണ്ടി വരുള്ളൂ. അപ്പോൾ കോമ്പറ്റീഷൻ ഒരു പരിധിവരെ കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ ഒരു പോസ്റ്റിലേക്ക് നമ്മൾ എത്തുകയാണ്. സാധാരണ ഒരു ബാങ്ക് എക്സാമിന് ഉപരിയായിട്ട് നമ്മൾ എന്താണ് കേരള ബാങ്കിലേക്ക് എത്തുമ്പോൾ ക്ലർക്ക് ഓർ ക്യാഷ്യർ എന്നൊരു നല്ല പോസ്റ്റിലേക്കും എന്നാൽ ഒരുപാട് പ്രൊമോഷൻ സാധ്യതയുള്ളൊരു പോസ്റ്റും കൂടിയാണ് ക്ലർക്ക് ഓർ ക്യാഷ്യർ എന്ന് പറയുന്നത്. കേരള ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രൊമോഷൻ സാധ്യത വരുന്ന പോസ്റ്റും കൂടിയാണ്. അപ്പോൾ അത്തരത്തിലൊരു പ്രൊമോഷൻ സാധ്യതയുള്ള ഒരു പോസ്റ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ കുഴപ്പമില്ലാത്തൊരു സിലബസ്, ഒരുപാടൊന്നും കവർ ചെയ്യാനുള്ളൊരു സിലബസ് പഠിച്ചുകൊണ്ട് കൃത്യമായി നമ്മൾ എന്താ പറയുക ചിട്ടയോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മനോഹരമായ പോസ്റ്റിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. അത് വലിയൊരു അവസരമാണ് നമ്മുടെ മുന്നിലേക്ക് തരുന്നത്. ആ അവസരം നമ്മൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തണം. അതുപോലെ നോക്കൂ, ഇവിടെ ഏജ് ലിമിറ്റ് നോക്കൂ. അപ്പോൾ സാധാരണ നിങ്ങളൊരു ബാങ്ക് എക്സാം എഴുതാൻ പോകുമ്പോൾ 28-30 വയസ്സിനുള്ളിലൊക്കെ ബാങ്ക് എക്സാം എഴുതണം. അതായത് ഒരുപക്ഷെ നമ്മളെപ്പോഴും പറയാറുണ്ട് ചെറുപ്പക്കാർക്ക് കൂടുതൽ പരിഗണന നൽകുന്നതാണ് മറ്റു ബാങ്ക് എക്സാമുകളെന്ന് പറയും. പക്ഷേ ഇവിടെ നോക്കൂ 18 മുതൽ 40 വയസ്സ്. ഇപ്പോൾ നിങ്ങൾ സാധാരണ നിങ്ങളൊരു PSC എക്സാമിന് വേണ്ടിയിട്ട് ജയിച്ച ഒരു 36 വയസ്സ് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടാത്തതിൽ നിങ്ങൾ നിരാശരായിരിക്കുന്ന ഒരുപാട് പേരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ഇപ്പോഴും ഒരുപാട് മേഖലയിൽ പ്രൈവറ്റ് മേഖലയിലും സ്വകാര്യ മേഖലയിലും വർക്ക് ചെയ്തിട്ട് ഇനി ആദ്യമായിട്ട് എക്സാം എഴുതാൻ വരുന്ന ഒരാളുകാരെ സംബന്ധിച്ച് ഒക്കെ വലിയൊരു അവസരമാണ് ഈ 40 വയസ്സ് എന്ന് പറഞ്ഞൊരു മേഖല തുറന്നിടുന്നത്. കാരണം 40 വയസ്സ് മേഖലയിലേക്ക് നിങ്ങൾ വരുമ്പോൾ അത് ജനറൽ കാറ്റഗറിക്ക് വരെ എന്ത് ചെയ്യാം, ഈ 18 വയസ്സ്, പിന്നെ SC STക്കും OBCക്കും അനുബന്ധമായിട്ടുള്ള വയസ്സിളവുകൾ അത് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് മാക്സിമം വയസ്സിളവ് 50 വരെക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എന്താണ് അതിൻ്റെ ഉള്ളിൽ പറയുക. അപ്പോൾ നോക്കൂ, നിങ്ങൾക്കൊരു മറ്റു മേഖലകളിലൊക്കെ പോയി വീണ്ടും തിരിച്ചു വന്നിട്ട് നിങ്ങൾക്ക് എന്താ ഒരിക്കൽ എനിക്കിനി ഒന്ന് ശ്രമിച്ചു നോക്കാം, ഒരു അവസാന അവസരം നില ശ്രമിച്ചു നോക്കാമെങ്കിൽ പറയുന്നവർക്ക് പോലും എന്താണ് ശ്രമിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് കേരള ബാങ്ക് നിങ്ങളുടെ മുന്നിൽ തുറന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഓൾറെഡി ഈ പറയുന്ന എക്സാമുകൾക്ക് വേണ്ടി കാത്തിരുന്ന് അതിനുവേണ്ടി ചിട്ടയെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇനി അഥവാ കുറേ കാലമായിട്ട് മറ്റു പരീക്ഷകൾക്ക് വേണ്ടി എഴുതി ലഭിക്കാത്തവർക്ക് പോലും എന്താണ് ഒരു വലിയ അവസരമാണ് ഈ ഒരു എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനൊരു അവസരം നമ്മുടെ മുന്നിൽ ലഭിക്കുമ്പോൾ ആ അവസരങ്ങളിൽ എന്ത് ചെയ്യണം കൃത്യം. ഇപ്പോൾ നമുക്കറിയാം BCom കോർപ്പറേഷൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ സബ്ജക്റ്റായി പഠിച്ച ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ അവരിലേക്ക് അവർ സാധാരണ PSC എക്സാമുകൾ എഴുതിയിട്ടും അല്ലെങ്കിൽ മറ്റു എക്സാമുകളൊക്കെ എഴുതിയിട്ടിരിക്കുന്ന സമയത്ത് അവർ ഇത്തരം മേഖലയിലേക്കുള്ള എക്സാമിനേഷന് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നതല്ലാതെ കാണാം. ഇപ്പോൾ ഈ അടുത്തായിട്ട് ആ ട്രെൻഡിൽ മാറ്റം വന്നിട്ടുണ്ട്. ഒരുപാട് പേര് ഈ സഹകരണ പരീക്ഷകൾ എഴുതി വരുന്നുണ്ട്. അപ്പോൾ അത്തരക്കാരോട് പറയാനുള്ളത്, നമുക്ക് കിട്ടുന്നൊരു വലിയ അവസരം, നമ്മുടെ കോമ്പറ്റീഷൻ നമ്മുടെ ആൾക്കാർക്കിടയിലേക്ക് ചുരുങ്ങി വരുന്നൊരു സമയത്ത് ആ ഒരു എക്സാമിനേഷന് വേണ്ടി നിങ്ങൾ കുറച്ച് കൂടുതലധികം പരിശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് എത്താം. പ്രത്യേകിച്ച് നമുക്കറിയാം 2024 എന്ന് പറയുന്നത് സഹകരണ മേഖലയിൽ അവസരങ്ങളുടെ ഒരു സുവർണ്ണ വർഷമാണ്. അപ്പോൾ ആ ഒരു വർഷത്തിൽ നമുക്ക് ഇത്രയും ഒഴിവുകൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ കഠിനാധ്വാനം ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു വലിയ വിജയത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ആ ഒരു വലിയ അനന്തമായ സാധ്യതകളാണ് കേരള ബാങ്കിന്. അപ്പോൾ പിന്നെ കുറച്ച് പേര് പറഞ്ഞു അവിടെ വേക്കൻസീസ് ഒക്കെ കുറച്ചേ ഉള്ളൂ അവിടെ രേഖപ്പെടുത്തും. ഇപ്പോൾ സൊസൈറ്റി കാറ്റഗറിയിൽ 0634 എന്ന് പറയുന്ന സൊസൈറ്റി കാറ്റഗറിയിലുണ്ട്. അവിടെ 50 വയസ്സ് വരെ എന്തെങ്കിലും അത് 3 വർഷം സൊസൈറ്റിയിൽ ഈ പറയുന്ന സർവീസ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് തീർച്ചയായിട്ടും അവർക്കും എക്സാം. അപ്പോൾ സൊസൈറ്റി കാറ്റഗറിയിലുള്ളവർക്കും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് കേരള ബാങ്കിലേക്ക് ക്ലർക്ക് ഓർ ക്യാഷ്യറായിട്ട് വരാനുള്ളൊരു അവസരം കൂടി ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോഴൊക്കെ പറയുന്നത് ഞങ്ങൾ വിചാരിച്ചത്ര വേക്കൻസീസ് അതിൽ കാണുന്നില്ല. അത് തീർച്ചയായിട്ടും പ്രതീക്ഷിതമായ ഒഴിവുകളാണ്. ആ ഒഴിവുകളിലൊക്കെ ഒരുപക്ഷെ മാറ്റങ്ങൾ വരാൻ സാധ്യത. കാരണം 2019 വരെയുള്ള നിയമനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒഴിവുകൾ ധാരാളം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒഴിവുകൾ വരുന്നതനുസരിച്ച് ഈ ലിസ്റ്റിൽ നിന്ന് പരിഗണിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒഴിവുകളെക്കുറിച്ച് ആലോചിച്ച് അല്ലെങ്കിൽ കുറച്ച് വേക്കൻസീസേ വരുന്നുള്ളൂ എന്നുള്ള ആലോചിച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അതൊക്കെ മാറ്റം വരും. അത് ആ ഒഴിവുകളൊന്നല്ല, അതിൽ കൂടുതലൊക്കെ ഒഴിവുകൾ വരാനുള്ള സാധ്യത ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ആലോചിച്ച് എന്ത് ചെയ്യേണ്ട, വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ
നിങ്ങൾക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ചിട്ട കൂടിയിട്ട് പഠിച്ചു തുടങ്ങി. അത് നമുക്കറിയാം, നമ്മൾ സ്റ്റഡി ഏർലി, നമുക്ക് സ്റ്റാർട്ട് ഏർലി എന്ന് പറയുന്നൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. നേരത്തെ തുടങ്ങുക. ഇപ്പോൾ നമുക്കറിയാം കൃത്യമായ നോട്ടിഫിക്കേഷൻ വന്നു, അവിടെ വന്നു, അപ്പോൾ നമുക്ക് മുമ്പിൽ എന്താണ് തുടങ്ങാനുള്ളൊരു അവസരമുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ, അത് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുണ്ട്. അങ്ങനെ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ ഓരോ സ്റ്റെപ്പിലും നിങ്ങളോട് പാലുണ്ടായിരിക്കും. എൻട്രി കോപ്പറേറ്റീവ് ബാങ്ക് നിങ്ങളൊപ്പം ഉണ്ടായിരിക്കുന്ന ഒരു ഉറപ്പാണ്. നമ്മൾ വലിയൊരു എക്സ്പേർട്ടിൻ്റെ ഒരു ടീമുകളുണ്ട്, ഒരുപാട് എക്സ്പേർട്ടായ അധ്യാപകരുടെ വലിയ നിര തന്നെ എൻട്രിയോടൊപ്പം ഉണ്ട്. അപ്പോൾ അവർ കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങളും കൃത്യമായ ഗൈഡൻസും നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ എക്സാമിനേഷൻ വളരെ എളുപ്പം ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം എന്താണ്, അത് നേരത്തെ തുടങ്ങുക എന്നുള്ളതാണ്. കാരണം ഒരുപാട് വൈകി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹർബറിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ വലിയ സിലബസ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ കുറച്ചൊന്ന് അധ്വാനിക്കാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആ പോസ്റ്റിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും പലരും ഇപ്പോഴും ഈ എക്സാമുകളെ കുറിച്ച് അവെയറല്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ ഒരു പ്രാവശ്യം ഒരുപാട് എക്സാമിനേഷൻ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പറയുന്നത് ഇതെങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത് സ്വാഭാവികം. അപ്പോൾ പലരും ഇപ്പോഴും PSCയുടെ 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ട ഒരുപാട് പേര് നമ്മൾക്കിടയിൽ ഇപ്പോഴും ഉണ്ട്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, PSCയുടെ 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക. കാരണം ആ PSCയുടെ 1 ടൈം രജിസ്ട്രേഷൻ നിങ്ങളുടെ പ്രൊഫൈലിലൂടെയാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു കാറ്റഗറിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. കാരണം അതിൽ നിങ്ങൾ ചെയ്യുന്ന ആ കാറ്റഗറി കോഡ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു കാറ്റഗറി നമ്പർ അടിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ പോസ്റ്റിലേക്ക് പോകാം. അങ്ങനെ അപ്ലൈ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 15/5/2024 15/5/2024 ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ഈ ലാസ്റ്റ് ഡേറ്റിലേക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ ആപ്ലിക്കേഷൻ എടുത്തു വെക്കാൻ പാടില്ല ഈ ഒരു ലാസ്റ്റ് ഡേറ്റിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ലാസ്റ്റ് ഡേറ്റിലേക്ക് വെക്കും. ആ സമയത്ത് സെർവർ ഡൗൺ ആവും, പലർക്കും അത് സാധിക്കാതെ വരും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ലാസ്റ്റ് ഡേറ്റിൽ വളരെ എളുപ്പമാണ്. നമുക്ക് ഒരു CSE ബോർഡ് കണക്കൊരു ഓഫ്ലൈൻ ആപ്ലിക്കേഷൻ അയക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ഒരുപാട് സർട്ടിഫിക്കറ്റ് അതിൻ്റെ ഒപ്പം കോപ്പി ചെയ്യേണ്ട ആവശ്യം ഒന്നുമില്ല ഇവിടെ. കാരണം ഇത് PSC നടത്തുന്ന എക്സാമിനേഷനാണ്. കേരള ബാങ്കിൻ്റെ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ PSC നടത്തുന്ന എക്സാമിനേഷൻ ആയതുകൊണ്ട് നിങ്ങളുടെ PSCയുടെ 1 ടൈം രജിസ്ട്രേഷൻ്റെ പ്രൊഫൈലിൽ കയറിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 15/5/2024 മിഡ് നൈറ്റ് വരെയാണ് അതിൻ്റെ ഒരു ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡേറ്റ് മറന്നു അത് തന്നെ അപ്ലൈ ചെയ്യാം. ഇനി നമ്മൾ അങ്ങനെ അപ്ലൈ ചെയ്തിരുന്നുകൊണ്ട് മാത്രം കാര്യം നടക്കില്ല. എന്താണ്, നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ശ്രമിക്കണം. കാരണം ആ ശ്രമങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നേ തുടങ്ങി കൃത്യമായ രീതിയിൽ ഒരു സിലബസ് അനുസരിച്ച് നമുക്ക് പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വർഷത്തിൽ ഈ ഒരു വലിയ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ടി വലിയ പോസ്റ്റ് തന്നെയാണ്. കാരണം നമുക്ക് ക്ലർക്ക് ഓർ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു വളരെ സിമ്പിളായി കാണാൻ പറ്റുന്നൊരു പോസ്റ്റ് തന്നെ, ഒരു സഹകരണ മേഖലയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പോസ്റ്റ് തന്നെയാണ് ക്ലർക്ക് ഓർ ക്യാഷ് എടുത്തുകൊണ്ട്. അപ്പോൾ ആ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചത്. അപ്പോൾ കുറച്ചും കൂടി കോമ്പറ്റീഷൻ കുറവുള്ള എന്താ പറയുക മറ്റ് ബാങ്ക് എക്സാമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു വലിയ ചെറിയ സിലബസൊക്കെ കവർ ചെയ്ത് നന്നായി പഠിക്കാൻ പറ്റുന്നൊരു അവസരമാണ്. ആ അവസരം നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കണം. ആ അവസരങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, എൻട്രി കോപ്പറേറ്റീവ് ഭാഗത്ത് ഇനി നമ്മുടെ ഒരുപാട് കേരള ബാങ്ക് എക്സാമിനേഷൻ്റെ സീരീസൊക്കെ ആരംഭിക്കുന്നുണ്ട്. ഒരുപാട് Q&Aയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും സ്പെഷ്യൽ ടോപ്പിക്കുകളൊക്കെ നിങ്ങൾ കവർ ചെയ്തുകൊണ്ടുള്ള സീരീസുകളൊക്കെ നമ്മുടെ എൻട്രി കോപ്പറേറ്റീവ് ബാങ്കിൽ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെയും എൻട്രി കോപ്പറേറ്റീവ് ബാങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക. അവിടെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെയും CSEB എക്സാമുകളിലൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. അത് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് കാണാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും നിങ്ങളുടെ സഹകരണം പിന്തുണയൊക്കെയാണ് നമ്മുടെ ചാനലിൽ മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ആ സ്നേഹം പിന്തുണയൊക്കെ അതുപോലെ തന്നെ നിലനിർത്തുക. അതിനപ്പുറം പറയാനുള്ളത് വലിയൊരു അവസരമാണ് കേരള ബാങ്ക് നമ്മുടെ മുന്നിലേക്ക് തുറന്നു വരുന്നത്. ആ അവസരങ്ങൾ നേരെ എന്ത് ചെയ്യരുത്, കണ്ണടച്ചിരിക്കരുത്. തീർച്ചയായിട്ടും പ്രവർത്തിക്കേണ്ട അധികം സമയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിക്കൊണ്ട് ആ ഒരു എക്സാമിനേഷന് വേണ്ടി ആദ്യം അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ, കൃത്യമായി പഠിച്ചു തുടങ്ങുക. അങ്ങനെ പഠിച്ചു തുടങ്ങാൻ ആവശ്യം നിങ്ങൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാം, എന്താണ് സിലബസിനെ കുറിച്ചൊരു ബോധ്യം. അപ്പോൾ അത്ര എന്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബോർഡ് നമ്പറിലേക്ക് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായ ഗൈഡൻസ് തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിനി വീഡിയോസും മറ്റു കാര്യങ്ങളും ഒരുപാട് സീരീസും വീഡിയോസൊക്കെ ആയിട്ട് എൻട്രി കോപ്പറേറ്റീവ് ബാങ്ക് നിങ്ങളുടെ ഒപ്പം എത്തുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണുക. അതുപോലെ കൃത്യമായി പഠിച്ചു പോയി കഴിഞ്ഞാൽ 2024 തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മികച്ച ജോലിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നേരത്തെ പഠിച്ചു തുടങ്ങുക, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുക. എല്ലാവർക്കും എൻട്രി കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ വിജയാശംസകൾ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.